ലോസ് ആഞ്ചലസിൽ മഹാദുരന്തം വിതച്ച കാട്ടുതീയിൽ വെന്തുരുകുകയാണ് അമേരിക്ക. 11.636 ലക്ഷം കോടി രൂപയായി നാശനഷ്ടം ഉയർന്നു. 14 ലക്ഷത്തിലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. മരണസംഖ്യ ഞായറാഴ്ച വരെ 13ആയി. ഹോളിവുഡ് താരങ്ങളുടേതടക്കം 10,000-ത്തിലേറെ വീടുകൾ ചാരമായി. 10,000-ങ്ങളുടെ വീടുകൾ വാസയോഗ്യമല്ലാതായി. തീ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് പടരുകയാണ്. ന്യൂയോർക്കിലും 2 തീപിടിച്ചു. ലോസ് ആഞ്ചലസിൽ വെള്ളിയാഴ്ച തുടങ്ങിയ തീപിടുത്തം 6 മേഖലകളിൽ തുടരുകയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥ പ്രവചനം വന്നതോടെ ആശങ്ക പെരുകി. തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാം എന്നതിനാൽ കനത്ത ജാഗ്രതയ്ക്കായി റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ചാരവും പുകയും മൂടിയതിനാൽ ലോസ് ആഞ്ചലസിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തീ ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതിൽ ജനരോഷവും ശക്തമാണ്. 1.3 കോടി ജനസംഖ്യയുള്ള ലോസ് ആഞ്ചലസിൽ നിന്നും ആളുകൾ പലായനം തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ച പാലിസാഡ്സിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ്. എന്നാൽ കാറ്റ് ശമിക്കാതെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് അധികൃതർ.